അമ്പലംകുന്ന് മുളയറച്ചാൽ ലൈസൻസ് ഓർഗാനിക് ലിമിറ്റഡ് പ്ലാന്റിനെതിരെ കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. മുളയറച്ചാൽ ജനകീയ സമിതിയാണ് മാർച്ച് നടത്തിയത്. ഫാക്ടറിയുടെ പ്രവർത്തനം പ്രദേശവാസികൾക്ക് രോഗസാധ്യത സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ജനവാസ കേന്ദ്രത്തിൽ നിന്നും പ്ലാന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് മാർച്ച് നടത്തിയത്. നായ്ക്കൾക്കുള്ള ബിസ്ക്കറ്റ് കമ്പനി എന്ന വ്യാജേന പരിസരവാസികളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഫാക്ടറി സ്ഥാപിച്ചതെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഫാക്ടറി പ്രവർത്തനം തുടങ്ങിയത് മുതൽ അസഹനീയമായ ദുർഗന്ധവും വായു മലിനീകരണവുമാണ് ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലം നിരവധി പേർക്കാണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉൾപ്പെടെ പിടിപെട്ടത്. ഫാക്ടറി ഇവിടെ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്കും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയിട്ടും യാതൊരു ഫലവും കാണാത്തതിനെ തുടർന്നാണ് സമരവുമായി നാട്ടുകാർ മുന്നിട്ടിറങ്ങിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പട്ടി ബിസ്ക്കറ്റ് എന്നുള്ള രീതിയിലാണ് ടെൻഡറിംഗ് പ്ലാന്റ് എന്ന് എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. സാധാരണക്കാരായ ആൾക്കാർ, താമസിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സാധാരണ ഒരു ഫാക്ടറി വരുന്നു എന്നതിലപ്പുറം ഒരു വലിയ ഒരു വിശാലമായ രീതിയിലുള്ള ഈ പ്ലാന്റ് ആണെന്ന് അവർ തെറ്റിദ്ധരിച്ചു പോയി. കാരണം ഏകദേശം അവർ പറയുന്നത് 10 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ ഇല്ലയെന്നുള്ളത് യാഥാർത്ഥ്യമല്ല. പക്ഷേ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പ്ലാന്റ് തുടങ്ങുന്ന സമയമുള്ള ദുർഗന്ധം പുറത്തോട്ട് കോഴി അറവ് മാലിന്യം. രാത്രികാലങ്ങളിലാണ് ഫാക്ടറിയുടെ പ്രവർത്തനം ഇവിടെ ജനങ്ങൾക്ക് അസഹനീയമാകുന്നത്. ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ജനകീയ സമിതി കൂട്ടായ്മ അറിയിച്ചു. പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തകൻ PA പൗരൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും ഹാനികരമായി പ്രവർത്തിക്കുന്ന ഈ മാലിന്യ പ്ലാന്റ് പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അടച്ചുപൂട്ടാൻ നിയമം അനുവദിക്കുന്നുണ്ട്. അത് നടപ്പിലാക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നും PA പൗരൻ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ വായു മലിനീകരണത്തിന്റെ തോത് 500 കടന്നിരിക്കുന്നു. ഡൽഹിയിൽ നമ്മുടെ കേന്ദ്ര ഭരണശില കേന്ദ്രമായ ഡൽഹിയിൽ വായു മലിനീകരണം 500 കടന്നിരിക്കും. അതിനേക്കാൾ രൂക്ഷമായ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ മുളയരിച്ചാലിൽ ഉള്ളതെന്ന് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. രാത്രിയാണ് ഈ പ്ലാന്റിൽ നിന്നുള്ള എമിഷൻ ഡിസ്ചാർജ് പുറത്തേക്ക് തുറന്നു വിടുന്നത്. അതുമൂലം കുട്ടികളും പ്രത്യേകിച്ച് സ്ത്രീകളും അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയാൻ സാധിക്കാതെ പുറത്തിറങ്ങി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ, പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അവിടെ നിന്നാലും ശ്വസിക്കാൻ വായു കിട്ടുന്നില്ല. ഓക്സിജൻ അടങ്ങിയ 13 കിലോ ഓക്സിജൻ നമുക്ക് വേണം ഒരു ദിവസം. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു ദിവസം 13 കിലോ ഓക്സിജൻ വേണം. ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന നിലയിൽ ജില്ലാ കളക്ടർക്ക് ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കുന്ന ഈ കമ്പനി അടച്ചുപൂട്ടുന്നതിന് വിവേചന അധികാരം നിയമം അനുവദിക്കുന്നുണ്ട്. മാർച്ചിന് ശേഷം ജനകീയ സമിതി പ്രതിനിധികൾ അഡ്വക്കേറ്റ് PA പൗരന്റെ നേതൃത്വത്തിൽ കളക്ടർക്ക് നിവേദനം നൽകി. പരാതി പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതായി ജനകീയ സമിതി പ്രതിനിധികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.